what do you do this calendar? Yes. Thank you calendar. Ce calendrier va être utilisé dans les écoles, in the school, in Réunion Island, to explain difference, origin, Réunion Island. ഇവര് നമ്മുടെ ബേപ്പൂർ കൈറ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് കൈറ്റ് ഫ്ലൈയിങ് അസോസിയേഷൻ പ്രസിഡന്റ് മാളിക്കൽ അബ്ദുള്ളയും ഷായർ മണ്ണിക്കലും ചേർന്നിട്ട് ഇവരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം ഫ്രാൻസിൽ നിന്നും ഇസ്താംബുളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവരിവിടെ വന്നപ്പോൾ ഈ കലണ്ടർ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കലണ്ടർ ഇവരുടെ നാട്ടിലൊന്നും ഇങ്ങനെ കലണ്ടർ ഹാങ് ചെയ്യാറില്ല ഈ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു കൗതുകം തോന്നിച്ചൊരു കാര്യമാണിത്. അപ്പം അതാണ് ഇപ്പോൾ നമ്മൾ ഈ കലണ്ടറിൻ്റെ ഈ പ്രത്യേകത അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു ഇതുവരെ. അപ്പം നമുക്കിനിപ്പോൾ അവരോട് ചോദിക്കാനുള്ളത്, ഇവർക്ക് ചെറിയൊരു പ്രോബ്ലം, ഇവർക്ക് ഈ ഫ്രഞ്ചും ഇസ്താംബുൾ പിന്നെ തുർക്കി ഭാഷയൊക്കെ തന്നെ അറിയുള്ളൂ. ഇംഗ്ലീഷ് അവർക്ക് അത്ര തന്നെ കംഫർട്ടല്ല. അപ്പം നമുക്ക് ഇവരോട് ചോദിക്കുക, എന്താ ഇവരത് ഇതിനോട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ഭാഷയിൽ അറിയുന്ന രീതിയിൽ അവർ പറയട്ടെ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. What do you do this calendar? Yes. Thank you calendar. Ce calendrier va être utilisé dans les écoles, in the school, in Réunion Island, ആദ്യമായി കലണ്ടർ കണ്ട് അന്താളിച്ച് ഫ്രാൻസുകാരനും തുർക്കിക്കാരനും. തങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കലണ്ടർ ഇല്ലെന്നും ഇത് മാതൃകാപരമാണെന്നും ഫ്രാൻസ് സ്വദേശി ജീൻ ലൂയിസ് കാസറ്റനെയർ. ഇയാൾക്ക് പുറമെ ഫ്രാൻസ് സ്വദേശികളായ ഒഡിലെ മറിയ മാർഗരറ്റ്, മാക്സിം കാസ്റ്റിനിയർ, തുർക്കി സ്വദേശികളായ മെഹമ്മദ് എക്കോസ് നാസി, സെൽസസ് കോക്ക് എന്നിവരും കലണ്ടർ കാണുന്നത് ആദ്യമാണെന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ യുവതിയുവാക്കളെ പട്ടം പറത്തൽ പരിശീലിപ്പിക്കാനുള്ള പദ്ധതി കേരളത്തിൽ അവതരിപ്പിക്കാനെത്തിയ വിദേശ സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ. രാജ്യാന്തര കൈറ്റ് സർവിങ്ങിന് പടിഞ്ഞാറേക്കര ബീച്ച് അനുയോജ്യമാണെന്നും സംഘം പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഫ്രാൻസിന്റെ ദ്വീപായ റീയൂണിയൻ ഐലൻഡ്, അതായത് ആഫ്രിക്കയിലെ ദ്വീപ സമൂഹങ്ങളിൽപ്പെട്ട റീയൂണിയൻ ഐലൻഡിലുള്ള ആളുകളാണ് ഇവർ. ആഷിക പറഞ്ഞ പോലെ കലണ്ടർ ഇന്നവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കലണ്ടർ വെച്ച് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, റീയൂണിയനിലുള്ള സ്കൂളുകളിൽ ഒരു കലണ്ടറിൽ 12 പേജ് ഉണ്ടായിരിക്കും. റീയൂണിയനിലുള്ള സ്കൂളുകളിൽ ഓരോ പേജിൽ ഓരോ ഐലൻഡുകളെ കുറിച്ച് വിശദീകരിച്ച്, അതിലേറ്റവും അത്ഭുതം എന്ന കാര്യം കേരളത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർ പ്രതിപാദിക്കും. കാരണം മലബാർ എന്ന വാക്ക് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ നിന്നും തൊഴിലാളികളെ കൊണ്ടുപോയി ജോലി ചെയ്യിച്ചിരുന്നത് മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകളായിരുന്നു. അവരവിടെ റീയൂണിയനിലെ ഒരു ചെറിയൊരു സിറ്റിക്ക് മലബാർ എന്നാണ് പേര്. അപ്പോൾ ആ മലബാർ എന്ന ആ നാമധേയം, മലബാറിൻ്റെ വിശേഷതകൾ കൂടി ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തി ഫോട്ടോ വെച്ചിട്ട് വിശദമായിട്ട് അവർ 12 പേജുള്ള കലണ്ടർ വർണ്ണശബളമായിട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഫ്രാൻസിലെ റീയൂണിയൻ ഐലൻഡിലെ കൈറ്റ് മാസ്റ്റർ, 40 വർഷമായിട്ട് പട്ടത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജോൺ ലൂയി. ഇദ്ദേഹയുടെ ഭാര്യയുടെ കൂടെയാണ് വന്നിട്ടുള്ളത്, ഒജിലെ ലൂയിസ്. ഇവരുടെ പേരക്കിടാവാണിത്, മാക്സിം കസ്റ്റാനിയർ. ഇവർ രണ്ടുപേരും തുർക്കിയിൽ നിന്ന് വന്നവരാണ്. മിസ്റ്റർ മെഹമ്മദ് ആൻഡ് മിസ്റ്റർ സെൽച്ചസ്. മെഹമ്മദ് കഴിഞ്ഞ 50 വർഷത്തോളമായി കൈറ്റ് ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇസ്താൻബുളിൽ പ്രവർത്തിക്കുന്നതാണ്. തുർക്കിയിലെ ഇസ്താൻബുളിലെ കൈറ്റ് മ്യൂസിയം ഇദ്ദേഹമാണ് നടത്തുന്നത്. സെൽച്യൂസ് അങ്കാരയുടെ തലസ്ഥാനമായ തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നിന്നാണ് വരുന്നത്. ഇദ്ദേഹം ഒരു മുൻ ജേർണലിസ്റ്റ് ആണ്. ഇദ്ദേഹം ഇപ്പോ മെഹമ്മദിന്റെ കൂടെ കൈറ്റിൽ വളരെ ആക്റ്റീവായി.
Turkey is 20. അവിടെ calendar ഉണ്ടോ? തുർക്കി കലണ്ടർ യു ഹാവ് You have say like Same this? No calendar? calendar there? കലണ്ടർ there? Calendar. Turkey? No. നോ 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 ഇവർക്കും നാട്ടിലെ കലണ്ടർ Congratulations. Congratulations. Next Thank time you. come back. Thank you very much. Thank you. Okay. Thank you very much. Hi, Maxim.